ഹലോ, വെൽക്കം ടു വാമീസ് മാം യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ പുട്ടും കടലെല്ലാം തിന്ന് അങ്ങോട്ടേക്കെന്നല്ലേ. ഇത് നമ്മൾ ജനുവരി 4 തീയതി എടുക്കുന്ന വീഡിയോ. നമ്മൾ ബാംഗ്ലൂരേക്ക് പുറപ്പെടുന്ന നമ്മളെ ഹൗസ് വാമിങ്ങും ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ ബാംഗ്ലൂരേക്ക് പുറപ്പെടുന്ന ഇത് രാവിലെ പുറപ്പെടണമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ ഒരു 9:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുറപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് ഒരിക്കലും പോകില്ലല്ലോ, മൊത്തത്തിൽ ലേറ്റായിട്ടല്ലേ എല്ലായിടത്തും നിന്ന് ഇറങ്ങും. അതുകൊണ്ട് പിന്നെ അതൊരു പുത്തരിയല്ല. അങ്ങനെ ഇന്നലെ എൻ്റെ അച്ഛനും അമ്മയും അനിയനെല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനും രാവിലെ ഡ്യൂട്ടി ആയതുകൊണ്ട് അച്ഛനങ്ങ് വടകരയ്ക്ക് പോയി. ചിക്കു അമ്മയും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ രാത്രി ചിക്കുവിനോട് പറഞ്ഞു, അവൻ 2 ദിവസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനോടും കൂടെ നമ്മളോട് കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കൃഷ്ണൻ നമ്മുടെ കൂടെയാണ് വരുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞപ്പം അവരാദ്യം പോയി അവൻ ഡ്രസ്സെല്ലാം എടുത്തിട്ട് അവൻ വന്നു. പെട്ടെന്ന് തീരുമാനിച്ചാൽ പിന്നെ അവന് ബാംഗ്ലൂർ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവനെയും കൂട്ടിയിട്ട് പിന്നെ അവളെ കൂട്ടാൻ പോകുന്നതാണ്. അവൾ സംഭവം അറിയില്ല അവൻ വരുന്ന കാര്യം. നമ്മൾ ഇന്നലെ രാത്രി തീരുമാനിച്ചല്ലേ. അവൾ നമ്മളെ കൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതും ഇപ്രാവശ്യം വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അവരെയും കൂട്ടിയിട്ട് അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്, പിന്നെ വരുമോ പോരി എന്നെല്ലാം അവളിങ്ങനെ പറയുന്നുണ്ട് അവനോട്. അന്നേരം വാമി അവളോട് ചെറുതായിട്ട് പറയുന്നുണ്ട്, സംശയമുണ്ട്, മാമൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടേനും വരും എന്നെല്ലാം ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ വാമീനോട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പറയുന്നേനു. അവളെങ്ങനെ ഇതാക്കാൻ വേണ്ടി അഗിയോട് ചോദിക്കുന്നുണ്ട്, എവിടെയാ ഇറങ്ങണ്ടേ നിനക്ക്. രോമറിന് പേരാമ്പ്രയാന്ന് പറഞ്ഞ് പേരാമ്പ്രയത്തപ്പോൾ അഗേടൻ അവനോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഇനി ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് അവന് കോൾ വന്നപ്പോൾ ആണ് അവൻ അതിൽ പറയുന്നത് അവളെ കേട്ടത്. അവൾക്കതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അവളൊട്ടും വിചാരിച്ചിട്ടില്ല അവൻ നമ്മുടെ കൂടെ വരുമെന്ന്. അവൻ ഇന്നലെ രാത്രി നമ്മളെടുത്ത തീരുമാനം ആകെയുടെ മനം മൊത്തത്തിൽ ക്ഷീണം പിടിച്ച് എന്നുവെച്ചാൽ വീട്ടിൽ ക്ലീനിങ്ങും നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയെല്ലാം ചെയ്തിട്ട് നമ്മളാകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദൂരം വണ്ടി ഓടിച്ച് പോവാൻ വേണ്ടേ. അപ്പോൾ ആകെയുടെ അവനെ നിർബന്ധിച്ചിട്ട് കൂട്ടിയതാ, വാ പോരി 2 ദിവസം നിന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട്. പിന്നെ അവന് ബാംഗ്ലൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറപ്പെട്ട് നമ്മൾ വയനാട് എത്തിയപ്പോൾ ചായക്കടയിൽ നിന്നപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന, പിന്നെ എല്ലാവർക്കും എന്തോ ഒരു വിശപ്പ് തോന്നി. എത്ര ഇതുവഴി പോയാലും നമ്മുടെ ഈ വ്യൂ പോയിന്റിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടേ എല്ലാം പോകുമ്പോൾ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് ചായ എല്ലാം കുടിച്ച് പിന്നെ നമ്മൾ കഴിക്കാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം ഒരു 11 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. കൊത്തു പൊറാട്ടയും പിന്നെ ഗ്രീൻ പീസ് മിക്സും ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതെല്ലാം നമ്മൾ നല്ലോണം കഴിച്ച് പിന്നെ അതിനിടയിൽ ഗ്രീൻ പീസ് അഗേട്ടൻ്റെ ഫേവറേറ്റാണ്. അതിനെ പറ്റിയിട്ടെല്ലാം ഇങ്ങനെ സംസാരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അതെല്ലാം ഫുള്ള് കഴിച്ച് വാമിക്ക് ഒരു സമൂസ മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പോകുന്നത് തിരുനെല്ലി റൂട്ടിൽ നമ്മളിങ്ങനെ 2 സൈഡിലേക്ക് പോകും. തിരുനെല്ലി റൂട്ടിന് ബസ് പോകുന്ന റൂട്ടിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നാഗർഹോളെ ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോകാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടല്ലോ, നല്ല റൂട്ടാണ് അത്. പക്ഷേ ചില സമയങ്ങളിൽ അന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലേനു, പക്ഷേ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇതേണ്ട ബ്ലൂമീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അഗിയേട്ട വണ്ടി നിർത്തിയിട്ട് അത് പേടിച്ച് ഓടിപ്പോയി. ബ്ലൂമി ആണെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടേ. അപ്പുറത്തുനിന്ന് വേറൊന്ന് ഓടി വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമുക്കെല്ലാം നല്ലോണം പേടിയായിട്ടുണ്ട്. നോക്കുന്നുണ്ടാ മറ്റേ വേറൊന്നും കൂടെ വന്നപ്പോൾ നമുക്ക് പേടി. അപ്പം നമ്മൾ മെല്ലെ വണ്ടി എടുത്തിട്ട് പോകാൻ വണ്ടി എടുക്കുന്നത് വരെ അഗേടൻ്റെ അടുത്ത് അനങ്ങാണ്ട് നിന്ന ബ്ലൂമി അഗേട ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബ്ലൂമീനോട്, നിനക്കെന്താ പിന്നെ ഒന്നും തോന്നുന്നില്ലേ, ഇനി എന്താ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നേ. ഭയങ്കര പേടിയാ. പുറമെ ഭയങ്കരമായിട്ട് കാണിക്കുമെങ്കിലും ഇതേണ്ട അതങ്ങ് പോകുമ്പോഴത്തേക്ക് വലിയ ആരോ ഞാനിപ്പോൾ അതിനെ അങ്ങ് മറച്ചിടുന്നുള്ള രീതിയിലാണ് നോട്ടം. അവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര പേടിയേനു. അന്നേരം പിന്നെ നമ്മൾ നാഗർഹോളെ ചെക്ക് പോസ്റ്റ് വഴിയാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ പാസ് വാങ്ങിയിട്ട് നമ്മൾ എത്ര മണിക്കൂറാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്പുറത്തെത്തണം. ഞാൻ നല്ലൊരു ഉറങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ അഗേട്ടൻ അവിടെ നിന്ന് പാസ് വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ ചിക്കു ഓടിക്കാമെന്ന് പറഞ്ഞാൽ അവനാണേ അവിടെ നിന്ന് തിരുനെല്ലി റോഡിൽ കയറുമ്പം തന്നെ അവൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പാസ്സെല്ലാം വാങ്ങി. അവിടെ പാസ്സിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പം നമുക്കും നമ്മുടെ ബാക്കിലുള്ള വണ്ടിക്കാരനും കൂടെ ഒരു പാസ് അവർ തന്നിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ട് ഒരുമിച്ച് പോകാൻ വേണം. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. നല്ല അടിപൊളി റൂട്ടാണ്. പക്ഷേ ഏത് നിമിഷവും പിന്നെ എന്തെങ്കിലും ജീവികളെല്ലാം വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ റൂട്ടിന് തന്നെ പോവാമെന്ന് വിചാരിച്ച്. ബ്ലൂമി എൻ്റെ നെഞ്ഞത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്ന, നമ്മൾ മക്കളെല്ലാം പോറ്റുന്നത് പോലെ, നമ്മൾ മക്കളെല്ലാം നോക്കുന്നത് പോലെ തന്നെ ചെയ്തു. ഒരുമിച്ച് പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നൊരു ഫീലാണ് ബ്ലൂമിനെയും കൂടി കൂട്ടി പോകുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇനി ഫുള്ള് കുറേ ദൂരം കാടാം, ചെറിയ റോഡും കാടും. പക്ഷെ ഭയങ്കരമായിട്ട് ട്രാഫിക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതാണ് അവിടുന്ന് കിട്ടുന്ന പാസ്. നല്ലൊരു ഫീലാണ്. നമ്മൾ ഗ്ലാസ് എല്ലാം തുറന്നിട്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത്. നല്ല കാറ്റും ഇതുണ്ട്. അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുടിലുകളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ബസ് പോവും. ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബസ് ഇങ്ങനെ പോവും. നല്ല രസം, നല്ല അടിപൊളി കാറ്റായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ബ്ലൂമി കുറച്ച് അഗിയേട്ടൻ്റെ അടുത്തും കുറച്ച് എൻ്റെ അടുത്തെല്ലാം ആയിട്ട് ഇങ്ങനെ പോയി നിൽക്കുക. ബ്ലൂമി നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. പുറത്ത് ജീവികളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട്, മൃഗങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ പേടിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളൊന്നിനെ അങ്ങനെ കണ്ടിട്ടില്ല. എന്തോ മാനിനെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളൂ, വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് നമ്മൾ ചെന്നായി കൂട്ടത്തിനെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഒരു വണ്ടി വന്നപ്പോൾ നമ്മൾ റോഡിലേക്ക് അവരിറക്കുന്നില്ല, സൈഡിലേക്ക്. അപ്പം നമ്മൾ ഇറക്കി കൊടുത്ത സമയത്ത് ബ്ലൂമി ഭയങ്കരമായിട്ട് ഓരോ നോക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിയാനായ, ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താനായി. ഇത് കഴിയുന്ന അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവരെ ഫോറസ്റ്റിൻ്റെ ഓഫീസും പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു കുടിലുകളും അങ്ങനത്തെ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ലോണം കഥയെല്ലാം പറഞ്ഞ് നല്ല എൻജോയ് ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ മാത്രമുള്ള സമയത്ത് വാമി ഉറങ്ങും, പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടാവും സംസാരിക്കുക. ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവളുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ചിക്കും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ അടിപൊളിയായി. എല്ലാവരോടും നല്ലോണം സംസാരിച്ച് നമ്മൾ അങ്ങനെ പോകുന്നത്. ഇതാണ്ട് ഒരു ബസ് പോകുന്നത്. അപ്പോൾ ബസ് പെട്ടെന്നൊരു വണ്ടി വന്ന് അതിൻ്റെ കുറുകെ നിർത്തിയിട്ട് അതിനകത്ത് കുറേ ആൾക്കാർ ടിക്കറ്റ് എടുത്തിനൊന്ന് പരിശോധിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ കുറച്ച് ആൾക്കാർ അതിൽ കയറി. പിന്നെ ഇതാണ് അവരെ വണ്ടി. ഇത് അവരെ ബാക്കിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ മൂരീനെ കണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തി ഒന്ന് കുറേ സമയം. അതിൻ്റെ ഉള്ളിൽ വണ്ടി നിർത്താൻ പാടില്ലല്ലോ, അല്ല നിർത്തിയതുണ്ടോ ഒരു ബസ് സ്റ്റോപ്പ് അപ്പാട് പൊളിഞ്ഞ് കിടക്കുന്ന പാവസങ്കടമായി അത് കണ്ടപ്പോൾ. അപ്പടി നല്ലോണം പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അവിടെ നിന്ന് ഒരു 11 മണിക്ക് നമ്മൾ നല്ലോണം കൊത്തു പൊറാട്ടെല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് വിശക്കുന്നില്ലേനു. കുറേ ഇങ്ങോട്ട് എത്തിയപ്പോൾ 4 മണി അങ്ങനെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അവിടെ നിന്ന് ബ്ലൂമിക്ക് ഫുഡെല്ലാം കൊടുത്ത് നമ്മൾ അന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ ബിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസും വാങ്ങി. നമ്മൾ ആദ്യം തന്നെ എന്നാ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ സൂപ്പ് ഓർഡർ ചെയ്ത് ഫസ്റ്റ് തന്നെ. പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഓർഡർ ചെയ്തത്. അപ്പോൾ സൂപ്പ് വന്നാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പിന്. അപ്പോൾ വാമിയും നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പ്. അങ്ങനെ അതെല്ലാം കുടിച്ച്. പക്ഷേ ബിരിയാണി വന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ബിരിയാണിക്ക് ഭയങ്കര ജീരകത്തിൻ്റെ ടേസ്റ്റ്. ചിക്കൂനെല്ലാം ഫസ്റ്റ് കഴിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് എന്തോ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് അവർക്കങ്ങ് ശരിയായിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനും വാമിയും ഫ്രൈഡ് റൈസാണ് കഴിച്ചിട്ടുള്ളത്. അവരെല്ലാം ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ കപ്പ് കണ്ടപ്പോൾ ഒരു ബിരിയാണി എടുത്തുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡിമാർട്ടിൽ നിന്ന് അതേ സാധനം. അപ്പോൾ അതിൻ്റെ അതേ പ്ലേറ്റും പിന്നെ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഫുൾ ഫിനിഷ് ചെയ്ത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളെല്ലാം അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കൈയെല്ലാം കഴുകി നമ്മൾ ആദ്യം യാത്ര തുടരാൻ പോകുന്ന ഇത് കണ്ട അവിടെ കുറേ ചെടിയെല്ലാം ഉണ്ട്. ഫുള്ള് മുള പോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു റെസ്റ്റോറൻറ്റ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ആദ്യം തിരിച്ചു പോന്ന. പിന്നെ അഗേടൻ പറഞ്ഞ അഗേടെ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അഗേടെ ഡ്രൈവ് ചെയ്ത് പിന്നെ അവിടുന്ന് മൈസൂർ റോഡ് വരെ അഗേടെ ഡ്രൈവ് ചെയ്ത്. കുറച്ചുണ്ടായിരുന്നല്ലോ അവിടുന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മൈസൂർ റോഡ് എത്തിയപ്പോൾ പിന്നെ ആദ്യം ചിക്കു തന്നെ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചിക്കുവിൻ്റെ കയ്യിൽ കൊടുത്ത് മൈസൂർ റോഡ് ഹൈവേ തന്നെ അവൻ ഡ്രൈവ് ചെയ്ത്. മാറി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അഗേട്ടൻ അങ്ങനത്തെ ഒരു ക്ഷീണമോ ഒന്നുമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ അഗയുടെ ബാക്കിൽ വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് പിന്നെ നമ്മുടെ മൈസൂർ റോഡ് അവിടെ എത്തി. നമ്മൾ അവിടെ നിന്നൊരു ചായ എല്ലാം കുടിച്ച്
അപ്പോൾ ചായ എല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചു. അവൾ ചായ കുടിക്കൂല. അപ്പോൾ ഞാൻ കോഫി എന്നും പറഞ്ഞു. ഷാഗിയുടെ മോന് ഭയങ്കര തിരക്കാണ് അവിടെ. കോഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു കോഫി അന്നേരം ഉണ്ടാക്കി തരുകയോ ചെയ്യാം. അങ്ങനെ ചായ തന്നെയാണ് കിട്ടിയത്. എനിക്ക് ചായപ്പൊടി നമ്മളിങ്ങനെ തരി ചായപ്പൊടി കഴിച്ച് എനിക്ക് അങ്ങനെ എല്ലാ ചായയും ഇഷ്ടപ്പെടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നല്ലാണ്ട് അങ്ങനെ അതെല്ലാം കഴിച്ചാക്കി ചിക്കു പറഞ്ഞവളോട് കുടിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവളെ കൊണ്ട് കുടിപ്പിച്ച് അവളങ്ങനെ ചായയും കാപ്പിയൊന്നും അങ്ങനെ കുടിക്കൂലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ തീ കായുന്നുണ്ട്. അവിടെ തീയിട്ടത് അന്നേരം ഞാനിത് പിന്നെ പേപ്പർ ഗ്ലാസ് അല്ലേ, അപ്പോൾ അതിലിട്ടിട്ട് ആ തീയിലേക്കിട്ട് കത്തിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നമുക്കങ്ങ് എത്തണ്ടേ. നാളെ വാമിക്ക് സ്കൂളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു ലേസ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കുവിനോട് പറഞ്ഞേരം ലേസ് വാങ്ങി തന്നെ. പിന്നെ നമ്മൾ നൈസ് റോഡ് വഴിയാണ് പോകുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടൗൺ ടച്ച് ചെയ്ത് പോകുന്ന സമയത്ത് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ ടൈം അത്ര ആയിട്ടില്ല, 7:54 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിന് നമ്മൾ ടൗൺ ടച്ച് ചെയ്ത് പോയാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നൈസ് റോഡ് വഴിയാണ് പോകുന്നത്. നൈസ് റോഡിൽ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും. പിന്നെ ഇവിടെ പിന്നെ ടോൾ ബൂത്തിൻ്റെ അകത്തെല്ലാം എന്തോ റേറ്റ് കുറച്ച പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടെ. മറ്റേ നമ്മൾ കയറുന്ന സമയത്തും പിന്നെ അത് 15,000 കിലോമീറ്റർ ആയ സമയത്ത് എടുക്കാൻ പറഞ്ഞാൽ, പക്ഷേ എനിക്ക് എന്തെന്നാ സംഭവം ആകിയിട്ട് പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് 15,200 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നൈസ് റോഡെല്ലാം കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ അവിടെ എത്താനായി. ബ്ലൂമി നല്ല ഉറക്കുക. പിന്നെ വാമിക്കൊരു ഇതെല്ലാം എടുക്കാനുണ്ടായിരുന്നു, ഒരു പ്രിൻ്റ് ഔട്ടെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് പിന്നെ പിറ്റേന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബേഡ്സിൻ്റെ പ്രിൻ്റ് ഔട്ടെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് പിന്നെ നമുക്കങ്ങനെ വിശപ്പ് അങ്ങനെ അധികമായിട്ടില്ലേനു. അതുകൊണ്ട് നമ്മൾ 2 കുഷ്ക മാത്രം വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ പോയിട്ടെങ്കിലും ബ്ലൂമി പോയിട്ട് കുറേ ആയല്ലോ. ബ്ലൂമി നാട്ടിലല്ലേനോ. അപ്പോൾ ബ്ലൂമിക്ക് ഇവിടെയെല്ലാം കണ്ടിട്ട് ബ്ലൂമി ഇങ്ങനെ നോക്കുന്ന. അങ്ങനെ നമ്മൾ അവസാനം വീട്ടിലെത്തി. നമ്മളെല്ലപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് സാധനങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ മേലെ കയറ്റുന്ന വലിയ പണി. ഇവിടെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചിക്കുവും അവളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് സാധനങ്ങളെല്ലാം മേലെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വാമി നല്ല ഉറക്കമാണ് വണ്ടിയിലിരുന്നിട്ട്. അവസാനം അവളെല്ലാം ഉണർത്തി നമ്മൾ വീട്ടിലെല്ലാ സാധനങ്ങളും എത്തി. നമ്മൾ ഫുഡും കഴിച്ച് നമ്മൾ കിടന്നു. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.